പ്രഷർ നിനക്കില്ലല്ലേ, അയ്യേ നീ ഒന്നും പണക്കാരനാ. അപ്പൊ ഇതൊക്കെ അസുഖം ഉണ്ടെങ്കിലേ ഇന്ന് അന്തസ്സുള്ളൂ, അഭിമാനമുള്ളൂ. സ്വന്തം ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നത് ഞാൻ സ്വന്തമായിട്ട് ഇഞ്ചക്ഷൻ ചെയ്തു, അതാണ് ഇന്ന് അഭിമാനം. എല്ലാവർക്കും ഞാൻ വലിയ രോഗമുള്ളയാളാ എന്ന് പറയുമ്പോൾ വലിയ പവറാണ്. ഇന്ന് ആ ഒരു അവസ്ഥയിലേക്ക് എത്തി. പണ്ട് പനി വന്നാൽ 3 കുത്തുവീയത്ത് മാറാൻ വേണ്ടി ഒരുമിച്ച് നേർച്ചയാക്കുക, അത്രയ്ക്ക് പേടിയാ. ഇന്ന് ഈ അവസ്ഥയിലേക്ക് എത്തി കാര്യങ്ങൾ. പക്ഷേ നമ്മൾ ഓർക്കണം, ബ്ലഡ് ടെസ്റ്റ് ചെയ്തോ, യൂറിൻ ടെസ്റ്റ് ചെയ്തോ, കഫൻ ടെസ്റ്റ് ചെയ്തോ, അത് ചെയ്തു കഴിയുമ്പോൾ ഡോക്ടർ നിങ്ങളോട് ചോദിക്കുന്നു സാമ്പത്തികം എങ്ങനെ, കൂടെ ആര് വന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അത് ചോദ്യം കേട്ട ഉടനെ തളർന്നുകൊണ്ട് കസേരയിൽ നമ്മൾ ഇരുന്നു പോകൂലേ? എന്തോ മാരകമായ രോഗം എനിക്കുണ്ടെന്ന് പേടിച്ചുകൊണ്ട് കണ്ണ് നിറഞ്ഞു പോകുന്നവരെ, അല്ലാഹു ബദനിക ബഅദ ഖുവതിഹി, അല്ലാഹു ആരോഗ്യം തന്നിട്ട് പെട്ടെന്ന് രോഗം തരിക മരണത്തിന്റെ അടയാളമാണ്. ഒരു ജില്ലയിൽ 100 സ്ത്രീകളുണ്ട് എങ്കിൽ 90 പേർക്കും ഇന്ന് ഗർഭാശയ ക്യാൻസറാ. അറിയൂല, 100 സ്ത്രീകൾ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ 90 പേർക്കും ഇന്ന് ഗർഭാശയ ക്യാൻസറാ. മാരകമായ രോഗങ്ങൾ, സ്തനാർബുദം അടക്കമുള്ള മാരകമായ രോഗങ്ങൾ സ്ത്രീകളെ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതൊന്നും അറിയാതെ പാടിയും ചിരിച്ചും കളിച്ചും രസിച്ചും എല്ലാം മറന്ന് ജീവിക്കുന്ന സഹോദരിമാരെ, 1 കോടി പ്രാവശ്യം അല്ലാഹുവിനോട് അൽഹംദുലില്ലാ പറഞ്ഞാലും പടച്ച റബ്ബ് നിനക്കും എനിക്കും ചെയ്തു തന്ന അനുഗ്രഹത്തിന് നന്ദിയാവുകയില്ല. അപ്പം രണ്ടാമത്തെ സിഗ്നൽ ഇതാണ്, മരണത്തിന്റെ രണ്ടാമത്തെ സിഗ്നൽ ഇതാണ്. മൂന്നാമത്തത് ഏതാണെന്ന് ചോദിക്കുമ്പോ അസ്രായീൽ പറയുന്നു, നബിയേ ഇൻഹിനാഉ ജിസ്മിക ബഅദ ഇസ്തിഖാമതിഹി, നടു വളഞ്ഞു പോവുക, നടു കൂനിപ്പോവുക. ഒരാളുണ്ടെങ്കിലേ സ്റ്റെപ്പ് പിടിച്ച് വീട്ടിലേക്ക് കയറാൻ പറ്റും. പള്ളിയിലേക്ക് കയറണമെങ്കിൽ ഒരാൾ കൂടെ വേണം. നടു വളഞ്ഞു പോയി നിവർന്ന് നിൽക്കാൻ പറ്റുന്നില്ല. ഇത് ലാസ്റ്റ് അടയാളമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെ നടു വളഞ്ഞവരില്ല. കാരണം നല്ലവരൊക്കെ പെട്ടെന്ന് മരിച്ചുപോയി. അത്രയ്ക്ക് പുണ്യമുള്ള നാടായിരുന്നു. വയസ്സായ എത്ര പേരുണ്ടെന്ന് എണ്ണി നോക്കിയേ, നിങ്ങൾ എണ്ണി നോക്ക്. ഇന്നലെ ഒരു സഹോദരൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചത്. വയസ്സന്മാരില്ലാത്ത സ്ഥലം പടവങ്കോട്. ആകെ 3-4 പേരെ അള്ള വറക്കത്തിന് വേണ്ടി വെച്ചിരിക്കുക. ഇല്ലെങ്കിൽ അവരുടെ പോയാൽ പിന്നെ പള്ളി തുറക്കാൻ ആള് കാണൂല. അതുകൊണ്ടാ ഓരോ സ്ഥലത്ത് ചെറുപ്പക്കാർ ഇടിച്ചു കയറുക. പള്ളിയിലും പാറ്റമുണ്ട്. പടവങ്കോട് എന്ന് പറയുന്ന ഗ്രാമപ്രദേശം ഒഴിച്ച് കേരളത്തിന്റെ എല്ലാ സ്ഥലങ്ങളും നന്നായി ചെറുപ്പക്കാരെ കൊണ്ട്. ഞാൻ ആണയിട്ട് പറയുകയാണ്, ഒരു സ്ഥലം അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയിൽ ഒരു വഖത്തിന് 5 ചുണക്കുട്ടന്മാരായ ചെറുപ്പക്കാരില്ലാത്ത പള്ളി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? എല്ലാവരും നിസ്കാരം തുടങ്ങി, പഴയതുപോലെയല്ല. ദീനിനോട് താല്പര്യം, വാത് കേൾക്കാൻ വന്നിരിക്കുന്നു, ആവേശത്തോടെ ദുആയിൽ പങ്കെടുക്കുന്നു, കണ്ണീരോടെ ആമീൻ പറയുന്നു. ഇതൊന്നും അറിയാതെയും കേൾക്കാതെയും ഈ ഇരിക്കുന്ന എത്രയോ ഉമ്മമാരുടെ മക്കൾ ഇപ്പോഴും നട റോഡിൽ കിടന്ന് കൂട്ടുകാരുമൊത്ത് കള്ളു കുടിച്ച് പെണ്ണുപിടിച്ച് സിഗരറ്റ് വലിച്ച് മോശം സംസാരിച്ചു കൊണ്ട് കഴിയുമ്പോ നിങ്ങൾ മാത്രം രക്ഷപ്പെട്ടാൽ മതിയോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ മക്കൾ എങ്ങനെ ഇങ്ങനെയായി? മദ്രസയുടെ കാര്യത്തിൽ ഗൗരവമില്ല, എങ്ങനെയോ ആവട്ടെന്ന് പറഞ്ഞ് മൃഗങ്ങളെ പോലെ പെറ്റം കിട്ടു. അല്ലാതെ നന്മയുടെ കവാടം നിന്റെ മക്കൾക്ക് വരച്ചു കാണിച്ചു കൊടുക്ക. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് മനസ്സ് കാണിച്ചിരുന്നില്ല. അതുകൊണ്ട് ഇന്നവർ ആഭാസത്തിന്റെ കൂട്ടുകാരായി മാറി. അതുകൊണ്ട് മുതിർന്നവരെയൊക്കെ നല്ലവരെയൊക്കെ അള്ളാഹു നേരത്തെ മരിപ്പിച്ച് അവന്മാരെ കൂടെ കിടക്കണ്ട, നിങ്ങളൊക്കെ മരിച്ചാ ദുആ ചെയ്യാൻ പോലും ഒരുത്തനും കാണൂല എന്ന് പറഞ്ഞ് നല്ല ആൾക്കാരുള്ളപ്പോ അവരെയൊക്കെ അള്ളാഹു കൊണ്ടുപോയി. പിന്നെ ഈ സമുദായത്തിന്റെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞിട്ടെന്താ? നബിദിനം നമ്മളങ്ങ് കൊണ്ടു ഓടുകയാണെന്ന് പറഞ്ഞിട്ടെന്താ? റമളാനിൽ 30 ദിവസവും കഞ്ഞി വെക്കുന്നു എന്ന് പറഞ്ഞിട്ടെന്താ? അള്ളാഹുവിന്റെ ദീനിന്റെ ചൈതന്യമില്ലാത്ത നാട്ടുകാർക്ക് പിന്നെന്തിനാ റമളാൻ? പിന്നെന്തിനാ നബിദിനം? പിന്നെന്തിനാ അള്ളാഹുവിന്റെ റസൂൽ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ശബ്ദം കേൾക്കാൻ വരാൻ ഭാഗ്യം കിട്ടാത്തവര് പോട്ടെ, കേട്ടവരായ നിങ്ങൾ മനസ്സിന്റെ അകത്ത് അരക്കിട്ടുറപ്പിച്ചോ, ഈ പള്ളിയെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ മരിക്കുമല്ലോ, ഈ പള്ളിയെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ മരിക്കുമല്ലോ. 16 കൊല്ലം ഈ പരിശുദ്ധമായ പള്ളിയിൽ ബാങ്ക് വിളിച്ച ഒരു പ്രിയപ്പെട്ട പിതാവല്ലേ ഈ പള്ളിയുടെ മുറ്റത്ത് കട നടത്തുന്നത്? കാലു സുഖമില്ലാത്തത് കൊണ്ട് ഓടി വന്ന് കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് സങ്കടത്തോടെ കച്ചവടം നടത്തുന്ന പ്രിയപ്പെട്ട പിതാവ് ഒരുപക്ഷേ ഒരു സമയത്തെ ബാങ്കിന്റെ സമയം തെറ്റുമ്പോ പൊട്ടിക്കരയുന്നുണ്ടാവും. കാരണം ബാങ്ക് വിളിച്ചവർക്ക് അതിന്റെ ചിന്ത മനസ്സിന്റെ അകത്ത് എപ്പോഴും ഉണ്ടാകും.
നമ്മുടെ അവസ്ഥ എന്താ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ പള്ളി കണ്ടിട്ട് എത്ര നാളായി ചെറുപ്പക്കാരാ? മുസല്ല വീട്ടിന്റെ അകത്ത് കട്ടിലിന്റെ അടിയിൽ വലിച്ചെറിഞ്ഞിട്ടിരിക്കാനല്ലാതെ റമളാൻ വരുന്നത് കൊണ്ടെങ്കിലും ഒന്നെടുത്ത് നിവർക്കാ. ഈ സമയത്ത് മറക്കല്ലേ എന്റെ പ്രിയപ്പെട്ട ഉമ്മ. അപ്പോൾ ഈ 3 സിഗ്നലാണ് മരണത്തിന് മുമ്പ് ഞാൻ കൊണ്ടുവരുന്നത് എന്ന് ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതോ വിഷയത്തിന്റെ പ്രധാന ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഇനി ചായ കുടി വേണ്ട, ഇനി ബിസ്ക്കറ്റ് കഴിക്കൽ വേണ്ട, ഇനി വളരെ ഗൗരവമാണ്. ഇനി മനസ്സ് വല്ലാതെ വേദനിക്കുന്ന രംഗങ്ങളാണ്. എല്ലാവരും ലോകത്ത് ജനിച്ച എല്ലാവരും മരിക്കുന്നതാണ്. ഞാൻ മരിക്കുന്നതാണ്, ജാബിർ ഉസ്താദ് മരിക്കുന്നതാണ്, നിങ്ങൾ ഓരോരുത്തരും മരിക്കുന്നതാണ്. പ്രഭാഷണത്തിന് വേണ്ടി എത്രയോ ദൂരത്ത് നിന്ന് വാഹനത്തിലൂടെ വന്നവരായ നിങ്ങളും മരിക്കുന്നതാണ്. ഞാനും എന്റെ മക്കളും എന്റെ ഉമ്മയും എന്റെ ഉസ്താദും എല്ലാവരും ലോകത്തോട് മരിക്കുന്നതാണ്. മരിക്കാതിരിക്കാൻ ആർക്കും കഴിയുന്നതല്ല. അങ്ങനെ കഴിയുമായിരുന്നെങ്കിൽ ഇന്നും മദീനയുടെ മുറ്റത്ത് ചെല്ലുമ്പോ മുസാഫഹത്ത് ചെയ്യാ, സ്വർഗീയ കിരീടമണിഞ്ഞുകൊണ്ട് നമ്മുടെ മദീനയുടെ മണവാളൻ അല്ലാഹുവിന്റെ റസൂൽ ജീവനോടെ ഇരിക്കുമായിരുന്നു. എന്നാലും സുന്നത്ത് ജമാഅത്തിന്റെ കരുത്തരായ സഹോദരങ്ങൾക്ക് റസൂലുള്ളാഹിയുടെ മുസാഫഹത്ത് മദീനത്ത് പോകുമ്പോ കിട്ടുന്നതാ, അല്ലാത്തവന്മാർക്ക് കിട്ടൂല. മദീന എന്ന് പറയുമ്പോ ചൊറി പിടിക്കുന്നവർക്ക്, മദീന എന്ന് പറയുമ്പോ കാലുകടിക്കുന്നവർക്ക്, മദീന എന്ന് പറയുമ്പോ ശിർക്കാണെന്ന് തോന്നുന്നവർക്ക്, റസൂലുള്ളാഹിയുടെ പേര് പറയുമ്പോ അലർജി തോന്നുന്നവർക്ക്, സലാത്ത് ചൊല്ലാൻ വിരക്തി തോന്നുന്നവർക്ക് മദീനയിൽ ചെന്നാ അല്ലാഹുവിന്റെ റസൂലിന്റെ മുസാഫഹത്ത് കിട്ടുമെന്ന് കരുതണ്ട. സുണക്കുട്ടന്മാർക്ക് കിട്ടും പ്രിയപ്പെട്ടവര്, ഈമാനുള്ളവർക്ക് അന്തസ്സുള്ളവർക്ക് കിട്ടും. സുന്നത്ത് ജമാഅത്തിന്റെ ആദർശശാലികൾക്ക് കിട്ടുന്നതാ. അല്ലാതെ എവിടെയെങ്കിലും ആരെങ്കിലും പണം തരുമ്പോ ആദർശത്തെ വലിച്ചെറിഞ്ഞിട്ട് ദീനിന്റെ എല്ലാ കോലങ്ങളും മാറ്റിമറിക്കുന്ന വൃത്തിഹീനർക്ക് മദീനയുടെ മണവാളന്റെ മുഖം കാണാ അല്ലാഹു ഭാഗ്യം കൊടുക്കില്ല. മുൻഗാമികളായ സാദാത്യങ്ങൾ നമുക്ക് സമ്മാനിച്ചു പോയ എല്ലാ ദീനിന്റെ ചൈതന്യങ്ങളെയും വലിച്ചെറിഞ്ഞിട്ട് ജീവിക്കുന്നവര്. കൊല്ലം ജില്ലയിൽ ഒരു പള്ളിയുണ്ട്, പുത്തൻവാദികളുടെ പള്ളിയാണ്. ആ പള്ളിയിൽ 41 ദിവസം കൃത്യമായി ജുമുഅ നിസ്കരിക്കാൻ പോയാൽ കിട്ടുന്നത് 15 ലക്ഷം രൂപയാണ്. 41 ദിവസം കൃത്യമായി ജുമുഅയ്ക്ക് പോയാൽ കിട്ടുന്നത് 15 ലക്ഷം രൂപയാണ്. ഹിദായത്തിന്റെ വഴിയിലേക്ക് എത്തണം. പടവങ്കോട് പള്ളിയെ ഈമാനിന്റെ പടവുകൾ കൊണ്ട് അനുഗ്രഹിക്കുന്ന ഒരു സമുദായം ഇവിടെ വരണമെന്ന് പറഞ്ഞ് വേദനയോടെ ദുആ ചെയ്യണം. എല്ലാ ഹറാമിയത്തുകളും നശിക്കണം, എല്ലാ മോശങ്ങളും തീരണം. അതിനെന്റെ പ്രിയപ്പെട്ട ഉസ്താദിനോട് പറയുന്നു, ആര് വെറുക്കട്ടെ ആര് എതിർക്കട്ടെ, നിങ്ങളിവിടെ സംഘടനകളൊന്നും ഉണ്ടാക്കണ്ട. അല്ലാഹുവിന്റെ പരിശുദ്ധമായ മുത്തുനബി തങ്ങളുടെ പേരിൽ ഇവിടെ വരുന്നവരെ വെച്ചുകൊണ്ട് ഓരോ ആഴ്ചയിൽ ആയിരക്കണക്കാന സ്വലാത്തുകൾ പള്ളിക്കകത്തിരുന്ന് ചൊല്ലി ദുആ ചെയ്തോ. ഒരു സംഘടനയെ നിങ്ങൾ ഉണ്ടാക്കണ്ട, അതൊക്കെ ഫിത്നയാണ്, വേണ്ട. പക്ഷേ ആയിരക്കണക്കിന് സ്വലാത്ത് ഈ നാട്ടുകാരിൽ വരുന്നവരെ കൊണ്ട് ചൊല്ലിപ്പിച്ചിട്ട് ഈ നാടിനെ നശിപ്പിക്കല്ല അല്ലാ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തു. ഇല്ലെങ്കിൽ അപകടമാണ്. ഒരു സമുദായത്തിന് ശിക്ഷ വരുമ്പോൾ അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ഉസ്താദ് അടക്കം കമ്മിറ്റിക്കാരടക്കം മുഴുവൻ പേരെയുമാണ് അല്ലാഹു പിടിക്കുക. ചിലരെ മാറ്റിവെക്കൂല. വ്യാഴാഴ്ച ദിവസമാണെങ്കിൽ ഉസ്താദ നാട്ടിലായിരിക്കും. വെറുതെ പറഞ്ഞതല്ല, തമാശയ്ക്ക് പറഞ്ഞതല്ല. നിങ്ങൾ എന്തേ കരുതിയത്? അത് പറയുമ്പോഴും ചിരിക്കാണോ? തമാശയല്ലത്. അല്ലാഹുവിന്റെ അല്ലാഹുവിന്റെ പിടി വളരെ ഭയാനകരമാണ്. ഞാൻ നിങ്ങളും കരുതിയതുപോലെ അതത്ര നിസാരമല്ല എന്റെ സഹോദരങ്ങളെ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇനി ഗൗരവമുള്ള ചിന്തയാണ്. മനസ്സ് നന്നാകുമെന്ന ഉറച്ച വിശ്വാസത്തോട് ഈ സ്റ്റേജിലേക്ക് സമർപ്പിച്ചു കൊണ്ടിരുന്നു. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ, ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ റൂഹുണ്ടല്ലോ, ആ മനുഷ്യന്റെ ആത്മാവുണ്ടല്ലോ, അവന്റെ ശരീരത്തിൽ നിന്ന് വലിച്ചൂരിയെടുത്തതിന് ശേഷം 10 സ്ഥലങ്ങളിൽ മാറിയിരുന്നു കൊണ്ട് നൊമ്പരത്തോട് സങ്കടം ബോധിപ്പിക്കുന്നതാണ് ആയിഷ. നമ്മുടെ റൂഹ്
റൂഹ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞാൽ, ആ ശരീരത്തിൽ നിന്ന് ഊരിക്കഴിഞ്ഞാൽ പാറിയിരുന്നുകൊണ്ട് 10 സ്ഥലങ്ങളിൽ സങ്കടം ബോധിപ്പിക്കും ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയേ ഒന്നാമത്തെ സമയം എപ്പോഴാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, ഒരാളുടെ റൂഹ് പിരിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ശരീരത്തിൽ നിന്ന് വസ്ത്രം അഴിച്ചു മാറ്റുമല്ലോ. വഹുവ അവ്വലു വഖ്തിഹി, റൂഹിന്റെ കണ്ണീരിന്റെ ഒന്നാമത്തെ സമയം അവിടെയാണ്. ഞാനിപ്പോ ഈ നിൽപ്പിൽ നിന്നുകൊണ്ട് മരിച്ചാൽ, ഉസ്താദ് ഇവിടെ ഇരുന്നു കൊണ്ട് മരിച്ചാൽ, ചിലര് പറയും ഉസ്താദേ അങ്ങനെ നിങ്ങളുടെ നാവെടുത്ത് നിങ്ങൾ അങ്ങനെ പറയല്ലേ, മരിച്ചു പോകുന്നെങ്കിൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല, മരിച്ചു പോയാൽ അങ്ങ് പോകും എന്റെ പ്രിയപ്പെട്ടവര്. അതല്ലാതെ നഷ്ടം സഹിച്ചല്ലേ പറ്റുള്ളൂ. എന്റെ നഷ്ടം നിങ്ങൾ സഹിക്കുന്നതിനേക്കാൾ എന്റെ ഭാര്യ സഹിക്കണ്ടേ, എന്റെ മക്കള് സഹിക്കണ്ടേ, എന്റെ ഉമ്മയും ഉപ്പയും സഹിക്കണ്ടേ. ഒരു വെള്ളിയാഴ്ച കാത്തിരിക്കുന്ന അട്ടക്കുളങ്ങര പള്ളിയിൽ എന്റെ പ്രിയപ്പെട്ട സച്ചരിതരായ വിശ്വാസികളായ സഹോദരങ്ങൾ സഹിക്കണ്ടേ പ്രിയപ്പെട്ടവര്? ലോകത്ത് ഇതിനേക്കാൾ വലിയ മരണം നമ്മൾ സഹിച്ചിട്ടില്ലോ. എല്ലാവരും ഹദീസിന്റെ രാജകുമാരൻ കമാലുദ്ദീൻ അസ്റഫ് മരിച്ചിട്ട് സഹിച്ചില്ലോ. തൊളിക്കോട് കരീം ഉസ്താദ് മരിച്ചിട്ട് സഹിച്ചില്ലോ. ഇൽമു കൊണ്ട് മനം നിറഞ്ഞ് ലോകത്ത് നേർവഴിയിലേക്ക് നയിക്കാൻ വേണ്ടി പൊട്ടിക്കരന്ന ബഹുമാനപ്പെട്ട പഴവ ഉസ്താദ് മരിച്ചിട്ട് സഹിച്ചില്ലേ. ലോകത്ത് എത്രയോ ഹാഫിളീങ്ങള്, എത്രയോ സ്വാലിഹീങ്ങള്, എത്രയോ ആലിമീങ്ങള്, എത്രയോ ഔലിയാക്കന്മാര് നമ്മുടെ മുമ്പിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ട് നമ്മൾ സഹിച്ചില്ലേ. അതുകൊണ്ട് പേടിക്കണ്ട. ഇന്നാണെങ്കിൽ ഇന്ന്, നാളെയാണെങ്കിൽ നാളെ മരിക്കണം എന്ന് നിങ്ങൾ കൊതിക്കണേ. ഇൽമു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മരിക്കാനാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ബഹുമാനപ്പെട്ട ഏരൂർ ഉസ്താദിന്റെ തലയിലേക്ക് കൈവച്ചുകൊണ്ട് പരിശുദ്ധ മദീനത്ത് വെച്ചുകൊണ്ട് ദുആ ചെയ്തത്, വാക്കവി നിങ്ങൾ ഇൽമു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മരിക്കട്ടെ. ഞാൻ ആമീനെന്നാണ് പറഞ്ഞത്. കാരണം എന്തെന്നറിയോ? മദീനയിൽ കിടന്ന് മരിക്കുന്നതിന്റെ സുഖമാണ്. ഇൽമിന്റെ വേദിയിൽ വെച്ച് മരിക്കുക എന്ന് പറഞ്ഞാൽ, മദീന എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ പൂന്തോട്ടമാണെങ്കിൽ അതുപോലെ ഒരു പൂന്തോട്ടം ദുനിയാവിന്റെ തൊലിക്ക് പുറത്തുള്ളത് ഈ ടാർപ്പയുടെ താഴെയുള്ള സ്ഥലമാ. ഈ പള്ളിയുടെ മുറ്റത്തുള്ള ഇന്ന് അവസാനിക്കാൻ പോകുന്ന രാത്രിയുടെ വേദിയാണ്. അതുകൊണ്ട് അതിലാർക്കും ആശങ്ക വേണ്ട. ഇവിടെ വെച്ച് മരിച്ചാൽ നല്ല മരണമാണ്. ഭീമാ പള്ളിയിലെ ഒരു ഇമാമ തറാവീഹ് നിസ്കാരത്തിന്റെ സുജൂദിലാ മരണപ്പെട്ടത്. അതിനൊക്കെ വെറുതെ ദുആ കൊണ്ട് നടക്കൂല. അതിനൊക്കെ അള്ളാഹ് തിരഞ്ഞെടുത്ത ഭാഗ്യം വേണം. എനിക്കോ ജാബിർ ഉസ്താദിനോ ഒന്നും ചിലപ്പോൾ അത് കിട്ടാൻ സാധ്യതയില്ല. അള്ളാഹു നല്ല മരണം തരട്ടെ. മങ്ങാട് ഭാഗത്ത് താമസിക്കുന്ന അത്തർ കച്ചവടക്കാരൻ, തൊപ്പിക്കച്ചവടക്കാരൻ മരണപ്പെട്ടത് പരിശുദ്ധ ഹറം ഷരീഫിന്റെ മിനയിൽ വെച്ചാണ്. നിങ്ങൾക്കൊക്കെ അറിയുന്ന സഹോദരനായിരിക്കാം. എന്റെ കൂടെ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ. നെഞ്ചുവേദന വന്നു മറിഞ്ഞു വീടുമ്പോ അവിടെ വന്നത് മുതൽ ആ സഹോദരന്റെ ഒരേ ഒരു ആഗ്രഹം എന്താ? ഇവിടെ മരിക്കണം, എന്നെ എന്റെ നാട്ടിലേക്ക് കൊണ്ടുപോണ്ട. കഷ്ടപ്പെട്ട പൈസയാ അജിന് കൊണ്ടുപോയത്, അല്ലാതെ അറബിയെ പറ്റിച്ച പൈസയല്ല, കടയിൽ നിന്ന് ഊരിയെടുത്ത പൈസയല്ല, ഇല്ല, അതൊന്നുമല്ല. കഷ്ടപ്പെട്ട് വിയർപ്പൊഴിക്ക പൈസ കൊണ്ട് മക്കത്ത് പോയിട്ട് ഒരൊറ്റ ആഗ്രഹം, അവിടെ മരിക്കണമെന്ന. ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് മരിച്ചു. അങ്ങനെ മരിക്കുന്നവരെങ്ങനാ പരലോകത്ത് വരിക? ഖബറിന്റെ അകത്തിരുന്ന് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് പറഞ്ഞുകൊണ്ട് ഖബറിന്റെ അകത്തിരുന്ന് എഴുന്നേറ്റ് വരും. അവരൊക്കെ ഭാഗ്യശാലികളാണ്. അല്ലാഹു ആ പ്രിയപ്പെട്ട പിതാവിന്റെ ഖബറിടം സ്വർഗീയ ആരാമമാക്കി മാറ്റി കൊടുക്കുമാറാകട്ടെ. അപ്പോ ഇന്ന് ഞാൻ മരണപ്പെട്ടാൽ ആദ്യം ചെയ്യുന്നത് എന്താണ്? ഉസ്താദ് കമ്മിറ്റിക്കാരെ വിളിച്ചിട്ട് പറയും, ഏതായാലും നമുക്ക് സ്ഥാനം റെഡി മരണപ്പെട്ടു പോയി, അതുകൊണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം, ഒന്ന് ഇവിടെ കിടത്തും അല്ലെങ്കിൽ അവിടെ കിടത്തും. എന്നിട്ട് ആദ്യം കണ്ണ് തിരുമ്മിയടച്ച് കൈകാലുകളൊക്കെ നേരെയാക്കി. ഇതൊക്കെ ഒരു മയ്യത്തിനോടുള്ള ഒരു മകന്റെ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവരുടെ ബാധ്യതയാണ്. നമ്മളെപ്പോഴും വൃത്തികെട്ട കൂട്ടുകാരുടെ കൂടെ നടന്നാൽ, വഴിയിൽ വെച്ച് മരിച്ചാൽ അവർക്കറിയില്ല ആ നിയമങ്ങൾ. അവരങ്ങനെ തന്നെ ഇട്ടിരിക്കും. അവസാനം കൈ വളഞ്ഞിരിക്കും, കാല് വളഞ്ഞിരിക്കും. അടക്കാനും പൊതിയാനും കുളിപ്പിക്കാനും ഒക്കെ വലിയ പ്രയാസമായിരിക്കും. അല്ലാഹു മുഖ്ലിസീങ്ങളുടെ മുമ്പ് കിടന്ന് മരിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. മുത്തഖീങ്ങളുടെ മുമ്പ് കിടന്ന് മരിക്കാൻ, ഉസ്താദുമാരുടെ മുമ്പ് കിടന്ന് മരിക്കാൻ, ആലിമീങ്ങളുടെ മുമ്പ് കിടന്ന് മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എന്നാൽ അവരെല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യും. അറിഞ്ഞുകൂടാത്തവരാരും ഉണ്ടാവൂലല്ലോ. എല്ലാം അവർ വൃത്തിയായിട്ട് ചെയ്യും. എന്നിട്ടോ
എല്ലാം അവർ വളരെ ഭംഗിയായിട്ട് ചെയ്യും. അങ്ങനെ മരണപ്പെടുമ്പോൾ റൂഹ് പിരിഞ്ഞ് മുകളിലേക്ക് റൂഹ് ഇങ്ങനെ കണ്ണുകളിലൂടെ റൂഹ് വലിച്ചൂരിയെടുത്തുകൊണ്ട് ആ റൂഹ് മാറി നിൽക്കുമ്പോ സഹോദരങ്ങളെ ആദ്യം എന്റെ വസ്ത്രമാണ് വലിച്ചൂരിയെടുക്കുന്നത്. ആദ്യം നമ്മുടെ വസ്ത്രമാണ് വലിച്ചോടിയെടുക്കുന്നത്. നമ്മുടെ വസ്ത്രത്തിൽ ഞാൻ ധരിച്ചിരിക്കുന്ന നൗഷാദ് ബാഖവി എന്ന് ധരിച്ചുകൊണ്ട് വന്ന ഈ നീല നിറത്തിലുള്ള ജുബ്ബയുണ്ടല്ലോ, ഉസ്താദ് അതിന്റെ ബട്ടൺസ് അങ്ങോട്ടടിക്കുമ്പോ എന്റെ തൊപ്പി അങ്ങോട്ട് വലിച്ചൂരുമ്പോ ഇന്ന് വരെ ഞാൻ വസ്ത്രം ധരിച്ചിരുന്നത് എന്റെ സ്വകാര്യതയാണ്. വസ്ത്രം ധരിച്ചിരുന്നത് എന്റെ സ്വകാര്യതയാണ്. ഭാര്യമാര് വസ്ത്രം മാറ്റുമ്പോ റൂമിന്റെ അകത്ത് ഭർത്താവുണ്ടെങ്കിൽ ഭർത്താവിനോട് പോലും പറയും, ഇക്ക നിങ്ങളൊന്ന് മാറണം, ഞാനൊന്ന് വസ്ത്രം മാറട്ടെ. ആരെയും വസ്ത്രം മാറുന്നത് പരസ്പരം കാണുന്നൊരു ഇഷ്ടമല്ല, മനുഷ്യ സഹജമാണ്, ലജ്ജയുള്ളവരുടെ സ്വഭാവം. ഞാൻ നമ്മുടെ കൂട്ടുകാരുണ്ടെങ്കിലും റൂമിനകത്ത് നിന്ന് വസ്ത്രം മാറുമ്പോ മര്യാദയ്ക്ക് നമ്മൾ മാറും. നമ്മുടെ സുഹൃത്തുക്കൾ അറിയാതിരിക്കാനും കാണാതിരിക്കാനും അത്രയ്ക്ക് ലജ്ജയുള്ളവരാണ് നമ്മളെങ്കിൽ. നമ്മൾ മരണപ്പെട്ടാൽ നമ്മുടെ വസ്ത്രം അടിച്ചെടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ റൂഹ് പറയുന്നതെന്തെന്നറിയോ? യാ അഹിബായി, എന്റെ ശരീരത്തെ ഇഷ്ടപ്പെടുന്നവരെ, എന്റെ ശരീരത്തിന്റെ മയ്യത്ത് പരിപാലനത്തിന് വന്ന ബന്ധുക്കള്, നാട്ടുകാരെ, വീട്ടുകാരെ, കൂട്ടുകാരെ, അസ്റായീൽ റൂഹ് പിടിച്ചതിന്റെ വേദന, അസ്റായീൽ റൂഹ് പിടിച്ചതിന്റെ നൊമ്പരം ഇപ്പൊ തീർന്നതേ ഉള്ളൂ. അതുകൊണ്ട് എന്റെ ശരീരത്തെ നിങ്ങൾ കൊലുക്കാതെ വേദനിപ്പിക്കാതെ പതുക്കെ വസ്ത്രമൊന്ന് വലിച്ചൂരണേ. ഇതാണ് ഒന്നാമത്തെ നൊമ്പരം. പതുക്കെ ആ വസ്ത്രം വലിച്ചൂരണേ. ശരീരം കുലുങ്ങുമ്പോ വേദനിക്കും എന്നാണ് ആ നൊമ്പരത്തിന്റെ അർത്ഥം. ഓർത്തു നോക്കിയേ, എത്രയോ പേര് അപകടത്തിലും ദുരന്തത്തിലും മരണപ്പെട്ടാൽ അവരെ പിന്നെ ആരാണ് അവരുടെ വസ്ത്രം അടിച്ചു മാറ്റുന്നത്? ആരാണ് പ്രിയപ്പെട്ടവരെ? അവിടെ വസ്ത്രം അടിച്ചു മാറ്റുന്നത് മെഡിക്കൽ കോളേജിന്റെയും മറ്റു ഹോസ്പിറ്റലിന്റെയും പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഭാഗത്ത് എന്റെ സഹോദരങ്ങളെ പോലീസുകാർ വന്ന് കത്രിക കൊണ്ട് മുറിച്ചു മാറ്റൂലേ? നമ്മുടെ വസ്ത്രം അവിടെ അഴിച്ചു മാറ്റുന്നത് നമുക്ക് മാറ്റാൻ അർഹതയില്ല. ദുരന്തത്തിലും ദുരിതത്തിലും അപകടത്തിലും മരണപ്പെട്ടു പോയവരുടെ വസ്ത്രം അഴിച്ചു മാറ്റുന്നത് പോലീസുകാരാണ്. മോർച്ചറിയുടെ മുമ്പ് കൊണ്ട് കിടത്തി, പാന്റിലൂടെ കത്രിക കടത്തി, അടിവസ്ത്രത്തിലൂടെ കത്രിക കടത്തി, ജീൻസിലൂടെ, കുപ്പായത്തിലൂടെ, ചുപ്പയിലൂടെ, എന്റെ പ്രിയപ്പെട്ടവരെ ചുരിദാറിലൂടെ, നെറ്റ് ചുരിദാറിലൂടെ, അനാർക്കലിയിലൂടെ കത്തിരി കടത്തിയിട്ട് മുറിച്ചു മാറ്റിയിട്ടാണ് അവരുടെ മയ്യത്തിന്റെ ശരീരത്തിന്റെ വസ്ത്രം മാറ്റുന്നതെങ്കിൽ എത്രയോ പേര് ചുറ്റും നിൽക്കും. വനിതാ പോലീസ് അടക്കം, മറ്റു പോലീസ് ഉദ്യോഗസ്ഥരടക്കം, മറ്റു നാട്ടുകാരും വീട്ടുകാരും അടക്കം, അവരെല്ലാവരും ഈ മയ്യത്തിന്റെ നഗ്നത കാണുകയാണ്. 6 or 7 മയ്യത്തിനെ ഞാനും ഇതുപോലെ മെഡിക്കൽ കോളേജിൽ വെട്ടി കണ്ടിട്ടുണ്ട്. നമ്മുടെ ബന്ധത്തിലും കുടുംബത്തിലും കൂട്ടിലും പെട്ട എത്രയോ. അതുകൊണ്ട് അങ്ങനൊരവസ്ഥ വരാതിരിക്കാൻ നിങ്ങൾ ദുആരക്കണം. തിരുവനന്തപുരം ജില്ലയുടെ ഒരു ഭാഗത്ത് വാതിന് പോയപ്പോൾ അന്ന് അവിടെ ദുരൂഹ സാഹചര്യത്തിൽ ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. അവൻ ഇഷ്ടപ്പെട്ടിരുന്ന പെൺകുട്ടി, അവനെ സ്നേഹിച്ചിരുന്ന പെൺകുട്ടി മറ്റൊരു കല്യാണത്തിന് സമ്മതിച്ചു എന്ന വാർത്ത അറിഞ്ഞപ്പോ ജീവനക്കാരാ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടിരുന്ന സഹോദരൻ ആത്മഹത്യ ചെയ്തു പോയി. പ്രിയപ്പെട്ടവരെ, അതൊരു മുസ്ലിമാണെന്നറിഞ്ഞപ്പോ ഞെട്ടിപ്പോയി. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ജീവൻ കൊടുക്കേണ്ടുന്ന ചെറുപ്പക്കാർ റമളാൻ മാസത്തിൽ തറാവീഹിന് വേണ്ടി, ഖുർആനിന് വേണ്ടി, സലാത്തിന് വേണ്ടി, ഇബാദത്തിന് വേണ്ടി, നോമ്പിന് വേണ്ടി ആരോഗ്യം ചെലവഴിക്കേണ്ടുന്ന ചെറുപ്പക്കാർ കേവലം ഒരു പെണ്ണിന്റെ പുഞ്ചിരിക്ക് മുന്നിൽ അല്ലാഹു കൊടുത്ത ശരീരത്തെ നശിപ്പിച്ചെന്നറിഞ്ഞപ്പോ വല്ലാതെ സങ്കടം തോന്നിപ്പോയി. എന്റെ ശബ്ദം ശ്രവിക്കാ ദൂര സ്ഥലങ്ങളിൽ നിന്ന് വന്ന കൂട്ടുകാര്, കാരണം ഇവിടെയുള്ള ചെറുപ്പക്കാര് കുറവാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഈ സരസിലേക്ക് വന്നവരെ, പെണ്ണിന്റെ കൂടെ പിശാചുണ്ടെന്ന് മറക്കല്ലേ. അത് നിന്റെ ഭാര്യയാണെങ്കിലും ഉമ്മയാണെങ്കിലും പെങ്ങളാണെങ്കിലും എപ്പോഴും കൂടെ കാണും, നശിപ്പിക്കാ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു പെണ്ണ് വെറുപ്പതിന്റെ പേരിൽ ആത്മഹത്യയുടെ പടുകുടിയിലേക്ക് ചെന്ന് വീണുപോരാ ചെറുപ്പക്കാരന്റെ നൊമ്പരം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എത്രയോ നരകമുറപ്പായ മരണമാണത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. കരുത്തുറ്റ യുവത്വം കൊണ്ട് പടച്ചുറപ്പിന്റെ ദീനിന് വേണ്ടി
ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ചെയ്തു മരിക്കുന്നതിന് പകരം ഒരു സെക്കൻഡ് കൊണ്ട് എല്ലാം അവസാനിപ്പിക്കുന്ന അവസ്ഥ വരല്ലേ? ഒന്നാമത്തെ നൊമ്പരം നമ്മുടെ റൂഹ് വലിച്ചൂരിയെടുത്ത് ശരീരത്തിന്റെ വസ്ത്രം അഴിച്ചെടുക്കുന്ന സമയമാണ് ഒന്നാമത്തെ നൊമ്പരം. രണ്ടാമത്തതോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ, രണ്ടാമത് നമ്മുടെ റൂഹ് നൊമ്പരപ്പെടുന്നത് എപ്പോഴെന്നറിയുമോ ആയിഷ? ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ വസ്ത്രം മാറ്റിക്കഴിഞ്ഞാൽ വെള്ളത്തുണി കൊണ്ട് പൊതിയുകയാണ് ആയിഷ. അയാളെ എന്നിട്ട് കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുമല്ലോ. എല്ലാവരും വന്ന് ചോദിക്കും, വെള്ളം റെഡിയായോ, സ്ഥലം ശരിയായോ, കുളിപ്പിക്കാനുള്ള ആള് വന്നോ എന്ന് ചോദിച്ച് മയ്യത്ത് കൊണ്ട് കുളിപ്പിക്കാൻ വെക്കുമ്പോ അവന്റെ റൂഹ് നൊമ്പരപ്പെടുകയാണ്. യാ ഇഖ്വാനി, എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ വന്നിരിക്കുന്ന സഹോദരങ്ങളെ, എന്റെ ബന്ധുക്കളെ, എന്റെ ശരീരത്തെ സ്നേഹിച്ചവരെ, ആ റൂഹ് വിളിച്ചു പറയുകയാണ്, നിങ്ങൾ എന്റെ ശരീരത്തിലേക്ക് വെള്ളമൊഴിക്കുമ്പോ നിങ്ങൾ പതുക്കെ ഒഴിക്കണേ. ഫഇന്ന ജസദീ മുഹ്തരിക്കും ബിഖുറൂജിർ റൂഹ്, എന്റെ ശരീരമുണ്ടല്ലോ റൂഹൂരിയെടുത്തത് കൊണ്ട് കരിഞ്ഞു പോയിരിക്കുകയാണ്. ആ വാക്ക് നമ്മൾ ശ്രദ്ധിക്കണേ. ഒരാളെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ് കത്തിക്കുന്നതിന്റെ വേദനയാണ് മരണവേദന പെങ്ങളെ. അല്ലാഹുവിന്റെ റസൂല് പോലും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടന്നുകൊണ്ട് ഇന്നലിൽ മൗതി ലസക്റാ, മരണത്തിന് വല്ലാത്ത വേദനയാണ് ആയിഷ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ്, ലോകം പടയ്ക്കാൻ കാരണക്കാരനായ ലോകത്തിന്റെ നായകൻ പോലും പൊട്ടിക്കരഞ്ഞു പോയെങ്കിൽ പടവങ്കോടുള്ള ചെറുപ്പക്കാരാ, വീട്ടിന്റെ പുറകില് കള്ളുകുപ്പി വാരിയിട്ടിരിക്കുന്നവനെ, നൂറുകണക്കിന് അന്യ സ്ത്രീകളോട് മണിക്കൂറുകൾ തോറും ചൊല്ലി സംസാരിച്ചുകൊണ്ട് സമയം ചെലവഴിക്കുന്നവര്, എത്രയോ ഇബാദത്തുകളെ പാഴാക്കിയവര്, അല്ലാഹുവിന്റെ ഖുർആൻ വീട്ടിന്റെ അകത്ത് അടുക്കി വെച്ചിരിക്കുന്നവര്, ഓരാ നേരമില്ലാത്തവര്, നിസ്കരിക്കാൻ സമയമില്ലാത്തവര്, എന്റെയും നിങ്ങളുടെ റൂഹ് എവിടെ കിടന്നാണ് പോകുന്നത് പ്രിയപ്പെട്ടവര്? മക്കയിൽ കിടന്ന് റൂഹ് പിരിയാനുള്ള ഭാഗ്യം നമുക്കുണ്ടോ? മദീനയുടെ മുറ്റത്ത് കിടന്ന് മരിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടോ? എത്രയോ സഹോദരങ്ങൾ ബാത്റൂമിനകത്ത് മരിച്ചു വീഴുന്നു. എത്രയോ സഹോദരങ്ങൾ ബിവറേജ് ഷാപ്പിനകത്ത് അടി നടക്കുമ്പോ ഏവനെങ്കിലും വന്ന് പിടിവാളുകൊണ്ട് വെട്ടിയെറിഞ്ഞുകൊണ്ട് ബിവറേജിന്റെ കത്തളത്ത് മരിച്ചു വീഴുന്നു. എത്രയോ സഹോദരങ്ങൾ ആരും അറിയാതെ അപകടത്തിൽപ്പെട്ട് കുടിയിലേക്ക് വീണ് പിടഞ്ഞ് ആ കുഴിക്കകത്ത് കിടന്ന് രക്തം വാർന്ന് വേദന തിന്ന് മരിക്കുന്നു. ആരും അറിയാതെ അവിടെ കിടന്ന് പുഴുപ്പിറക്കുന്നു. ബന്ധുക്കള് സഹോദരനെ തിരക്കി ഓടുന്നു. അങ്ങനെ എത്ര മരണങ്ങളാ! റെയിൽവേ ട്രാക്കിലേക്ക് വലിച്ചെറിയുന്നവര്, അപകടത്തിലൂടെ കത്തിക്കരിഞ്ഞു പോകുന്നവര്, വിദേശ രാജ്യത്ത് ഫ്ലൈറ്റ് അപകടത്തിലൂടെ ഭസ്മധൂളിയായി പോകുന്നവര്, എങ്ങനെയാണ് ഈ രാത്രിയിൽ വന്ന ഞാനും നിങ്ങളും മരിക്കുന്നതെന്ന് റബ്ബിന് മാത്രമാണ് അറിയുന്നത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അല്ലാഹുമ്മ ബാരിക് ലനാ ഫിൽ മൗതി വഫീമാ ബഅദൽ മൗത്. അല്ലാഹുവേ, ഞങ്ങളുടെ മരണത്തിലും മരണത്തിന് ശേഷമുള്ളതിലും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ എന്നുള്ളൊരു ദുആ ചെയ്യാൻ മറക്കല്ലേ. അതുകൊണ്ട് തുടങ്ങിക്കോ നിസ്കാരം. വലിച്ചെറിഞ്ഞോ കള്ളുകുപ്പികള്, ദോഷക്കാരായ കൂട്ടുകാരൊക്കെ പറഞ്ഞു വിട്ടിട്ട് അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് വന്ന് പൊട്ടിക്കരഞ്ഞോ. ഇതുകൂടി ശ്രമിച്ചില്ല എങ്കിലോ, ഇത് നിന്റെ മനസ്സിന്റെ അകത്തൊരു പരിവർത്തനം വരുത്തിയില്ലെങ്കിലോ പരാജയം ഉറപ്പാട് പ്രിയപ്പെട്ടവര്. ഇനിയും നാട് എനിക്കിവിടെ നിങ്ങളുടെ മുന്നിൽ വരാൻ കഴിയുന്നതെന്ന് പറയാൻ കഴിയില്ല. ഇനി പണവങ്കോട് പള്ളിയിൽ വിളിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവര്, ഈ സാധുവായ നൗസാറുവാ കവിക്ക് വരാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് എന്റെ കൂട്ടുകാരാ, നിങ്ങളിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ, ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ എന്റെ ഇൽമിന്റെ വേദിയിലെ പ്രാർത്ഥന നിനക്കുള്ളതാ. കരുനാഗപ്പള്ളിയിൽ ഭാഗത്ത് കൊല്ലം കഴിഞ്ഞാൽ എവിടെ പോയാലും അതിന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ,
അപകടത്തിൽ മരണപ്പെട്ടപ്പോൾ അവന്റെ കൂട്ടുകാര് ഫോണിലൂടെ വിളിച്ചു പറഞ്ഞു, ഉസ്താദേ നിങ്ങളെ വാത് കേൾക്കാൻ മുമ്പ് വന്നിരിക്കുന്നവരാ, 100 സ്റ്റേജ് കഴിഞ്ഞവാണ് അവൻ എഴുതി വെച്ചിട്ടുണ്ട് ഡയറിയിൽ, 100 സ്റ്റേജ് തികച്ചവനാണവൻ. ഉസ്താദേ ആ സഹോദരനാണ് മരണപ്പെട്ടു പോയത്. എന്റെ അഭിപ്രായത്തിൽ അവൻ ഭാഗ്യമുള്ളവനാണ്. നൗഷാദ് ബാക്കവിക്ക് അല്ലാഹു ആയുസ് തന്നിരിക്കുന്നിടത്തോളം കാലം എവിടെയൊക്കെ വാതിന് പോകുന്നുവോ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പടവങ്കോട്ടത്തെ ജനങ്ങളെയല്ലേ കണ്ടിട്ടുള്ളത്. നാളെ ആറാട്ടുപുഴ പാനൂര് നിങ്ങൾക്ക് വരാൻ ധൈര്യമുണ്ടെങ്കിൽ വന്നോ, ഞാൻ കാണിച്ചു തരാ. അല്ലാഹുവിന്റെ ചുണക്കുട്ടന്മാരെ കാണിച്ചു തരോ. എന്റെയും നിങ്ങളുടെയും മയ്യത്ത് കുളിപ്പിക്കാൻ സമയമാകുമ്പോ നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കുന്നവര് പാത്രത്തിൽ നിന്ന് വെള്ളം കോരി പുറത്തൊഴിക്കുമ്പോ നമ്മുടെ മയ്യത്ത് പറയുന്നതെന്തോ, നമ്മുടെ റൂഹ് പറയുന്നതെന്തോ, പതുക്കെ ഒഴിക്കണേ, മുഹ്തരിക്കും ബിഖുറൂജി റൂഹ്, കരിഞ്ഞുപോയി, എന്റെ ശരീരം കരിഞ്ഞു കിടക്കുകയാണ്, അതുകൊണ്ട് വെള്ളമൊഴിക്കുമ്പോ വേദനിക്കും, അതുകൊണ്ട് പതുക്കെ ഒഴിക്കണേ എന്ന് പറയുമ്പോ മയ്യത്ത് കുളിപ്പിക്കാൻ ഒരു മോളുണ്ടോ? എന്റെ പടവങ്കോട്ടത്തെ ഉമ്മ, നിനക്ക് നിന്റെ മോൾക്ക് കമ്പ്യൂട്ടർ വാങ്ങിക്കൊടുത്തില്ലേ? നിന്റെ മോൾക്ക് നെറ്റിന്റെ കണക്ഷൻ എടുത്തു കൊടുത്തില്ലേ? നിന്റെ മോൾക്ക് ഡബിൾ ക്യാമറയുള്ള മൊബൈൽ വാങ്ങിക്കൊടുത്തില്ലേ? നിന്റെ മോൾക്ക് നെറ്റിന്റെ ചുരിദാർ വാങ്ങിക്കൊടുത്തില്ലേ? നിന്റെ മോൾക്ക് പ്രത്യേകിച്ച് റൂം കൊടുത്തില്ലേ? നിന്റെ മോൾക്ക് പ്രത്യേകിച്ച് ഹോം തിയേറ്റർ കൊടുത്തില്ലേ? നിന്റെ മോള് പറഞ്ഞ മോഡൽ വീട് വെച്ചു കൊടുത്തില്ലേ? നിന്റെ മോളെ താളപ്പിനൊത്തു തുള്ളിയില്ലേ? എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നീ മരിക്കുമ്പോ ഒരു ഗ്ലാസ് വെള്ളം നിന്റെ പിറപ്പൊഴിച്ചിട്ട് അല്ലാഹുമ്മ ഗഫിർലി ഉമ്മീ എന്ന് പറയുന്ന ഒരു മോള് നിനക്കുണ്ടോ? എന്റെ പടവങ്കോട്ടത്തെ പെങ്ങള്, സീരിയൽ കണ്ട് ആഹ്ലാദിക്കുന്ന ഉമ്മ, ഒരു നയാ പൈസയുടെ ഉപയോഗം ഇന്ന് വരെ നീ കണ്ട സീരിയൽ നിനക്ക് തന്നിട്ടുണ്ടോ? എത്ര സീരിയൽ കണ്ടവളാ നീ? സീരിയലിന്റെ കണ്ണീര് കണ്ട് കരയുന്ന പെണ്ണ്, നിന്റെ കണ്ണീര് പോലെ നാളെ നരകപ്പിലെത്തിക്കാൻ കാരണമാണ്. കുളിപ്പിക്കാനുണ്ടോ? ആരുണ്ട് മോളെ നിന്നെ കുളിപ്പിക്കാൻ? പ്രിയപ്പെട്ടവരെ, കുളിപ്പിക്കാൻ അറിഞ്ഞുകൂടാത്തവർ ഒരുപാട് പേരുണ്ട്. വെള്ളം അവിടെ കോരിയൊടിച്ച്, അവിടെ സോപ്പ് തേച്ച്, ഇവിടെ സോപ്പ് തേച്ച് വാരി വലിച്ചൊട്ടിച്ചെടുത്ത് പൊതിഞ്ഞുകൊണ്ട് വെക്കുമ്പോ നീ ചെയ്തു പോയതിന് പകരം അത് തന്നെയാണ് നിന്റെ തിക്തഫലം. എത്രയോ മരണ വീട് കണ്ട് അത്ഭുതപ്പെട്ടു പോയവൻ. പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാണ്, നമ്മൾ ഒരാൾ പോലും മയ്യത്ത് പരിപാലനം അറിയാത്തവരായി മാറാൻ പാടില്ല. മയ്യത്ത് പരിപാലനം നമ്മൾ പഠിക്കണം, പഠിച്ചേ പറ്റൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഇൻഷാ അല്ലാഹ് പരിശുദ്ധ റമളാനിന്റെ 30 ദിവസവും ഞാൻ അട്ടക്കുളങ്ങരയിൽ ഉണ്ടാകും. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് വേണ്ടി ഒരു സമയം ഞാൻ ആലോചിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു സമയം, ഏതെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മയ്യത്ത് പരിപാലനം എന്ന ക്ലാസ് ചെറുപ്പക്കാർക്ക് വേണ്ടി മാത്രം എടുക്കാൻ അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പഠിച്ചേ പറ്റൂ, നമ്മൾ പഠിച്ചേ പറ്റൂ. നമ്മുടെ ഉമ്മാടെ മയ്യത്ത്, നമ്മുടെ വാപ്പാടെ മയ്യത്ത് മക്കളായ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കരുത്. നമ്മൾ പഠിച്ചിട്ടത് ചെയ്യണം, സന്തോഷത്തോടെ ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ എന്തിനാ മക്കളെ പെറ്റു വളർത്തി, പോറ്റ് വളർത്തി, ചാപ്പാട് കൊടുത്ത്, ജീവിതം കൊടുത്ത് സന്തോഷിപ്പിച്ച മക്കള് നിനക്ക് ഉപയോഗപ്പെട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ വളർത്തിയത്? മൂന്നാമത്തത് മയ്യത്ത് കുളിപ്പിക്കുമ്പോഴാണ്. വിശദീകരിക്കാനുള്ള സമയമില്ല എനിക്ക്, ഒരുപാട് വിശദീകരിക്കേണ്ട ഭാഗമാണ്. മൂന്നാമത്തത് മയ്യത്ത് കുളിപ്പിക്കുമ്പോഴാണ്. രണ്ടാമത്തത് വെള്ളമൊഴിപ്പിക്കുമ്പോഴാണെങ്കിൽ, മൂന്നാമത്തത് കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. എന്തെല്ലാം ചെയ്യണം കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ? എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്? നിയമങ്ങളും നിബന്ധനകളും ഒക്കെ അറിയണ്ടേ? കാര്യങ്ങൾ ചെയ്യണം. നല്ലതുപോലെ അഴുക്കളക്കുന്നതോടൊപ്പം മുറിവുകളൊക്കെ വൃത്തിയായിട്ട് മനോഹരമായ രീതിയിൽ ഭംഗിയായിട്ട് അഴുക്കെടുത്തുകൊണ്ട് വൃത്തിയാക്കി ശുചീകരിക്കണം. രക്തവും പഴുപ്പും ചലവുമെല്ലാം മാറ്റിവെക്കണം. കിടന്ന കിടപ്പിൽ കിടന്ന് മരിക്കുന്ന എത്രയോ ഉപ്പമാര് തന്റെ മുതുകും ശരീരവും ഒക്കെ അടർന്നുപോയി. അല്ലാഹു അങ്ങനെ ഒരു അവസ്ഥയെ തൊട്ട് എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുവേ, കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാ. ജീവിതത്തിൽ ഒരിക്കൽ പോലും മറ്റൊരാളെ കൊണ്ട്, അല്ലാഹുവേ, വളർന്നതിന് ശേഷം മറ്റൊരാളെ കൊണ്ട് മലമൂത്ര വിസർജനത്തിന്റെ ശുചീകരണം നടത്തുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ലേ അല്ലാ.
പലിശക്കാരന്റെ രക്തം പുരണ്ട പൈസ കൊണ്ട് നിനക്ക് കഫൻ തുണി വാങ്ങാൻ നിന്റെ പൊന്നുമോൻ ഓടുന്നത് കണ്ടോ? ഹലാലായ പൈസ കൊണ്ട് എന്റെ വാപ്പാടെ കഫൻ പൊതിയിടമെന്ന് ചിന്തിക്കാനറിയാത്ത മക്കള്, ഇല്ലെങ്കിൽ ആ പൈസ സമയത്ത് കിട്ടാത്ത മക്കളായി നമ്മുടെ മക്കള് മാറുന്നത് പടച്ചോനെ പേടിയില്ലാത്തത് കൊണ്ടാ. അങ്ങനത്തെ കഫൻ തുണി വിരിച്ചു വെച്ചിട്ട് നിന്റെ മോനെ കൊണ്ടുവന്ന്, നിന്റെ വാപ്പായെ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ നിന്റെ ഉമ്മായെ കൊണ്ടുവന്ന്, പെങ്ങളെ കൊണ്ടുവന്ന് ആ കഫൻ തുണിയുടെ മുകളിലേക്ക് അങ്ങ് കിടത്തുമ്പോ പെട്ടെന്ന് തന്നെ പൊതിയാ തുടങ്ങുകയാ. പിന്നെ സമയമില്ലല്ലോ. കണ്ടവരൊക്കെ പെട്ടെന്ന് ഇനി കാണാനുള്ളവര് പെട്ടെന്ന് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കാലിന്റെ ഭാഗത്തങ്ങ് കെട്ടുകയാണ്. തലയുടെ ഭാഗം കെട്ടാൻ പോകുമ്പോ ആ സമയത്ത് റൂഹ് നൊമ്പരത്തോടെ വിളിച്ചു പറയുന്നു, അല്ലയോ ജനങ്ങളെ, എന്റെ കഫം പൊതിയാൻ വന്നവരെ, എന്റെ സ്നേഹിതന്മാരെ, എന്റെ ബന്ധുക്കളെ, എന്റെ കൂട്ടുകാരെ, ലാ തശുദ്ധ കഫന റഅസി, ലാ തശുദ്ധ കഫന റഅസി, എന്റെ തലയുടെ കഫം തുണി നിങ്ങൾ കെട്ടല്ലേ. ഹത്താ അറാ വജ്ഹ അഹ്ലി, എന്റെ കുടുംബത്തിന്റെ മുഖം ഞാനൊന്ന് അവസാനമായി കണ്ടോട്ടെ, അവരും എന്നെയൊന്ന് അവസാനമായി കണ്ടോട്ടെ. ഈ മുഖം ഇന്ന് കെട്ടിയാൽ ഇനി ജീവിതത്തിൽ എന്റെ മുഖം അവര് കാണൂലല്ലോ. നമ്മുടെ വീട്ടിന്റെ അകത്ത് വെച്ച് എത്ര മയ്യത്തുകളെ നമ്മൾ പൊതിഞ്ഞതാണ്, അവരുടെ മുഖം നമ്മൾ പിന്നെ കണ്ടില്ലല്ലോ. ഭർത്താവിന്റെ പൊതിഞ്ഞു, ഭാര്യയുടെ പൊതിഞ്ഞു, രണ്ടു ഭാര്യയുണ്ടായിരുന്ന രണ്ടു ഭാര്യയും മരണപ്പെട്ടു പോയ ഒരു സഹോദരൻ ഞാൻ ഇന്നലെ കണ്ടതാണ്. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട സഹോദരിമാരുടെ ഖബറുടെ നീ വിശാലമാക്കണേ അല്ലാ. അവസാനമായിട്ട് എന്റെ പ്രിയമുള്ളവരെ, ആ മുഖമൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് റൂഹ് നൊമ്പരപ്പെടുകയാണ്. അതുകൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ മയ്യത്ത് പൊതിയുന്നതിന് മുമ്പ് ചില കാരണവന്മാര് പറയുന്നത്, ഇനി ആരെങ്കിലും കാണാനുണ്ടോ, ഇനി ആരെങ്കിലും കാണാനുണ്ടോ? അവര് വന്ന് അവസാനമായിട്ടൊരു നോക്ക് കണ്ടിട്ടാണ് ആ കഫൻ തുണി അങ്ങോട്ട് മൂടുന്നതെങ്കിൽ അങ്ങനെ കെട്ടിയിട്ട് ആ വീടിന്റെ അകത്തു നിന്ന് മയ്യത്തെടുക്കുകയാണ്. വസുബഹ മാലൂകൽ മജ്മൂന ഖബാ വഉത്തീല ബഅദകൽ കസ്റുൽ മസീദു, നിനക്ക് താമസിക്കാൻ വേണ്ടി നീ കെട്ടിവെച്ചിരുന്ന നിന്റെ വീട്, നീ പണിഞ്ഞ നിന്റെ വാതില്, നീ വെച്ചിരുന്ന ചാരുകസേര, നിനക്കും നിന്റെ ഭാര്യക്കും കിടക്കാ, നീ വിശാലമായി നിർമ്മിച്ച AC ഉള്ള ബെഡ്റൂം, അതിന്റെ അകത്ത് നിന്ന് നിന്നെ കൊണ്ടുപോവുകയാണ്. നീ പെരുന്നാളിന് അണിയാ വാങ്ങി വെച്ചിരുന്ന മനോഹരമായ വസ്ത്രം അടുത്ത ആഴ്ചയുടെ കല്യാണത്തിനിട്ട് കൊണ്ടുപോകാൻ നീ എടുത്തു വെച്ചിരുന്ന വില കൂടിയ വസ്ത്രം, അതെല്ലാം നിന്റെ അലമാരയിൽ നോക്കി പൊട്ടിക്കരയുമ്പോ അവരോടൊക്കെ സലാം പറഞ്ഞുകൊണ്ട് സന്തൂക്കിലെടുത്ത് വെക്കാ. ആ മയ്യത്തിനെ വീട്ടിന്റെ അകത്ത് നിന്ന് പുറത്തു കൊണ്ടിറങ്ങുകയാ. ഇറങ്ങുന്ന സമയത്താണ് അഞ്ചാമത് നമ്മുടെ റൂഹ് നൊമ്പരപ്പെടുന്നത്. ആ സമയത്ത് നമ്മുടെ റൂഹ് നൊമ്പരപ്പെട്ടുകൊണ്ട് പറയുന്നതെന്തെന്നറിയോ? അല്ലയോ ജനങ്ങളെ, പെട്ടെന്ന് കൊണ്ടുപോകല്ലേ, എന്നെ ഓർത്തുകൊണ്ട് അവസാനം എന്നെ ചിന്തിച്ചുകൊണ്ട് ആരുടെ നെഞ്ചാണ് ഇടിക്കുന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ. ഞാൻ കൊടുത്ത വീടിന്റെ അകത്ത് എന്നെ ഓർത്ത് അവസാനമായി മനസ്സു നോവുന്നവരാരാ എന്ന് പറഞ്ഞുകൊണ്ട് വീടിന്റെ വാതിലിലേക്ക് എവിടെ പോയാലും ആ വാതിലിൽ അവന്റെ ഭാര്യ വന്ന് നിൽക്കുമല്ലോ. ഞാൻ പടവങ്കോട് വാതിന് വരുമ്പോ, വീടിന്റെ ഫ്രണ്ടിലേക്ക് വാഹനം വരുമ്പോ, ആ വാഹനത്തിലേക്ക് കയറാനായി വരുമ്പോ എന്റെ മക്കളും എന്റെ പ്രിയപ്പെട്ട ഭാര്യ വീടിന്റെ വാതിലിന്റെ അടുത്ത് വന്നുകൊണ്ട് സലാം പറയുമ്പോ, ഞാൻ വാഹനത്തിലേക്ക് കയറുന്നത് വരെ നോക്കി നിൽക്കുമ്പോ നമ്മോട് ഏറ്റവും ഇഷ്ടമുള്ളവരാണ് വാതിലിന്റെ അടുത്ത് വരെ വന്നിട്ട് നമ്മളെ യാത്രയാക്കുന്നവര്. അങ്ങനെ ഇഷ്ടമുള്ളവരാരാ?
എന്നറിയാ വീടിന്റെ വാതിലിലേക്ക് ആ മയ്യത്തൊന്നു നോക്കുന്നതാണ്. എന്നിട്ടോ ആറാമത് നൊമ്പരപ്പെടുന്നത് എപ്പോഴെന്നറിയുമോ? ഒന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. എന്റെ സഹോദരങ്ങളെ, എല്ലാ ദിവസവും പ്രഭാഷണമുള്ളത് കൊണ്ട് 3-4 മണിക്കൂർ പണ്ടത്തെ പോലെ പ്രഭാഷണം നടത്താനുള്ള ആഫിയത്ത് ഈ പാവപ്പെട്ടവനില്ല. അതുകൊണ്ട് തമാശയൊക്കെ ചുരുക്കിയിട്ട് കാതലായ ഭാഗം മാത്രം പറയാ. രക്ഷപ്പെടാ മനസ്സുള്ളവര് രക്ഷപ്പെട്ടോ. എപ്പോഴാണ് മരിക്കുന്നതെന്ന് പറയാൻ പറ്റൂല. എന്നായാലും ഒരു ദിവസം പോയല്ലേ പറ്റൂ. പിന്നെ ഒന്ന് ഒരുങ്ങിക്കൂടെ, പിന്നെ ഒന്ന് മനസ്സ് വെച്ചൂടെ, പിന്നെ ഒന്ന് തയ്യാറെടുത്തൂടെ. ആറാമതാ മയ്യത്ത് നൊമ്പരപ്പെടുന്നത് ഇന്ന് വരെ നീ നിരുത്സാഹപ്പെടുത്തി കണ്ടുകൊണ്ടിരുന്ന പള്ളിയുടെ പുറകുഭാഗത്ത് വലകെട്ടിയിട്ടിരുന്ന പൊടിയും പടലവുമായി മൂടിയിട്ടിരുന്ന സന്തൂക്കില്ലേ, തുടച്ചുകൊണ്ട് വീടിന്റെ മുമ്പ് കൊണ്ടുവച്ചപ്പോ ആ സന്തൂക്കിനകത്തേക്ക് നിന്റെ മയ്യത്തിനെ എടുത്തു വെക്കുമ്പോൾ ആ സമയത്ത് റൂഹ് വിളിച്ചു പറയുന്നത് എന്തെന്നറിയോ? എന്റെ ബന്ധുക്കളെ, എന്റെ സ്നേഹിതന്മാരെ, തറക്തു ഇംറഅതി അർമില, എന്റെ ഭാര്യ ഈ വീട്ടിനകത്തുണ്ട് ബന്ധുക്കളെ. അവളെ ഞാൻ വിധവയാക്കിയിട്ട് പോവുകയാണ്. ഇന്നലെ വരെ അവൾക്ക് ഞാനുണ്ടായിരുന്നു, ഇന്നലെ വരെ അവളുടെ കൂടെ ഞാനുണ്ടായിരുന്നു. ഇന്നവൾ ഒറ്റയ്ക്കാണ്. വാലൈക്കും അല്ലാ തുദൂഹാ, നിങ്ങൾ അവളെ ഉപദ്രവിക്കല്ലേ, നിങ്ങൾ അവള് കാരണമായിട്ടാണ് ഞാൻ മരിച്ചതെന്ന് പറയില്ലേ. എത്രയോ പേരങ്ങനെ പറയുമല്ലോ. ഭാര്യയും ഭർത്താവും ഹണിമൂൺ ആഘോഷിക്കാൻ പോയപ്പോ, ഊട്ടിയിൽ പോയപ്പോ, കൊടൈക്കനാൽ പോയപ്പോ അപകടമുണ്ടായിട്ട് ഭാര്യ മാത്രം തിരിച്ചു വന്നു, ഭർത്താവ് മരണപ്പെട്ടു പോയി. അങ്ങനെ മരണപ്പെടുമ്പോ നാട്ടിലുള്ള ബന്ധുക്കൾ പറയുമല്ലോ, അത് പെണ്ണിന്റെ ഭാഗ്യക്കേടാണ്, അത് പെണ്ണിന്റെ എരണക്കേടാണ്. മൂദേവി പിടിച്ചവള്, ശാപം പിടിച്ചവള് വന്നു കേറിയപ്പോ എന്റെ മോൻ മരിച്ചു പോയല്ലോ എന്ന് പറയല്ലേ. തന്റെ ഭർത്താവ് പോയി മനസ്സ് ഉടഞ്ഞിരിക്കുന്ന പെണ്ണിനെ നിങ്ങൾ അങ്ങനെ പറഞ്ഞ് വേദനിപ്പിക്കല്ലേ. അബൂദാബിയിൽ മരണപ്പെട്ടു പോയ സഹോദരൻ നാട്ടിലേക്ക് വരാൻ വേണ്ടി തീരുമാനിച്ചിരുന്നവനാണ്. മലപ്പുറം ജില്ലയുടെ തിരൂരം എന്ന് പറയുന്ന സ്ഥലത്തുള്ള തന്റെ വീട്ടിലേക്ക് നാട്ടിൽ വരുന്നതിന് 10-20 ദിവസം മുമ്പ് കാർഗോയിൽ സാധനം അയച്ചു. കാരണം ഇവിടെ നിന്ന് ഞാൻ ലീവ് കിട്ടി നാട്ടിലെത്തുമ്പോ ആ സാധനങ്ങൾ അവിടെ എത്തണമെന്ന നിയത്തിലാണ് കാര്യങ്ങൾ ചെയ്തത്. അങ്ങനെ ആ സഹോദരൻ വരുന്നതിന് മുമ്പ് അവിടെ വെച്ച് അപകടത്തിലൂടെ മരണപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ മയ്യത്ത് മലപ്പുറം ജില്ലയുടെ തിരൂര് കൊണ്ടുവന്നിട്ട് ആ സഹോദരന്റെ കബറടക്കം കഴിഞ്ഞു. ആ സഹോദരനെ അടക്കി 3-ാമത്തെ ദിവസമായപ്പോ ആ സഹോദരൻ കാർഗോയിൽ അയച്ച സാധനം വീട്ടിലെത്തുകയാണ്. 1 മാസം മുമ്പ് അയച്ച സാധനം ആ സഹോദരന്റെ മയ്യത്ത് നാട്ടിൽ വന്ന് 3-ന്റെ അന്ന് എത്തുകയാണ്. പ്രിയപ്പെട്ട മാതാവ് പോയി ഒപ്പിട്ട് സാധനം വാങ്ങി. എന്നിട്ട് ആ പെട്ടി അങ്ങോട്ട് പൊട്ടിക്കുമ്പോ അതിലൊന്നാമത്തെ പെട്ടി ഭാര്യയുടെ പേരാണ് എഴുതിയിരിക്കുന്നത്. മരിച്ചുപോയ സഹോദരന്റെ ഭാര്യയുടെ പേരാണ്. ഉടനെ ആ ഉമ്മ ചെയ്ത ക്രൂരത എന്തെന്നറിയോ? ആ പെട്ടിയെടുത്തിട്ട് അകത്ത് ഇരിക്കുന്ന ഭർത്താവ് വിട പറഞ്ഞതിന്റെ നൊമ്പരം കൊണ്ട് മനസ്സുടഞ്ഞുപോയ പെണ്ണിന്റെ അടുത്തേക്ക് ഈ പ്രിയപ്പെട്ട ഉമ്മ പെട്ടി കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ മോനെ തിന്നവളെ, എന്റെ മോനെ കൊന്നവളെ, ഇതുകൂടി എടുത്തു തിന്നുമ്പോ നിനക്ക് തൃപ്തിയാകുമല്ലോ. ഇതാ നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ട് എന്റെ മോനുണ്ടാക്കി വെച്ചതെന്ന് പറഞ്ഞ് ആ പെട്ടിയെടുത്ത് ഭാര്യയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തെങ്കിൽ നിങ്ങൾ ദ്വാരക്കണേ. ഞാൻ മരിച്ചാൽ എന്റെ ബന്ധുക്കൾ എന്റെ ഭാര്യയെ കുറ്റപ്പെടുത്തും, അവള് ശപിച്ചവളെന്ന് പറയും, അവള് നശിച്ചവളെന്ന് പറയും. അങ്ങനെ ഒരു ദുരന്തം നിങ്ങളുടെ വീട്ടിൽ വരാതിരിക്കാൻ നിങ്ങൾ ദുആ ചെയ്യണേ. വഅലൈക്കും അല്ലാ തുദൂഹാ. വീണ്ടും ആ റൂഹ് പറയുന്നു, വതറക്തു ഔലാദി ഇത്തമാ,
എന്റെ മക്കൾ എന്റെ വീട്ടിനകത്തുണ്ട്. ഞാൻ വരാതെ ഉറങ്ങാത്ത മക്കള്, ഞാൻ ചെല്ലാതെ ഭക്ഷണം കഴിക്കാത്ത മക്കള്, വാപ്പ കൊണ്ടുവരുന്ന മുട്ടായി കാത്തിരിക്കുന്ന മക്കള്, ഉപ്പിച്ചാന്ന് പറഞ്ഞ കവളത്ത് ചുംബനം തരാ കാത്തിരിക്കുന്ന മക്കള്, ആ മക്കൾ എന്റെ വീട്ടിന്റെ അകത്തുണ്ട്. മയ്യത്ത് ചുമക്കുന്നവരെ എന്റെ മക്കൾ എന്റെ വീട്ടിന്റെ അകത്തുണ്ട്. യുദ്ധമാ അവരും യതീമീങ്ങളാ, അവരും അനാഥ മക്കളാട്, അവരും മുതൽ വാപ്പയില്ലാത്തവരാണ്. അതുകൊണ്ട് വാലിക്കും അല്ലാത്തൂഹ, നിങ്ങളായ യതീമക്കളായ എന്റെ അരുമ മക്കളെ ഉപദ്രവിക്കല്ലേ. ഇനി പെരുന്നാളുണ്ടെന്നവർ കുടുപ്പ് വാങ്ങിച്ചു കൊടുക്കുന്നതാരാ? ഇനി പെരുന്നാളുണ്ടെന്ന് അവരുടെ വിരൽ തുമ്പ് പിടിച്ചു പള്ളിയിലേക്ക് നിസ്കരിക്കാൻ നടന്നു പോകുന്നതാരാ? ഇനി റമളാൻ മാസം തറാവീഹിന്റെ മക്കളെ കൊണ്ടുപോകുന്നതാരാ? അതുകൊണ്ട് വാലിക്കും അല്ലാത്തൂഹ, നിങ്ങൾ എന്റെ മക്കളെ യതീമെന്ന് വിളിക്കല്ലേ, നിങ്ങൾ എന്റെ മക്കളെ ഉപദ്രവിക്കല്ലേ, എന്റെ മക്കളെ കഷ്ടപ്പെടുത്തല്ലേ എന്ന് പറയുമെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹു തന്ന സുഖം മാത്രം മതിയല്ലോ. കള്ളും പെണ്ണും കഞ്ചാവും ആഡംബരവുമായി പടവങ്കോട് പള്ളിയുടെ അഹങ്കാരത്തോടെ മുഖം തിരിച്ചു കളയുന്ന ആധുനിക കാലഘട്ടത്തിൽ നരകത്തിന്റെ വക്താക്കളായി ജീവിക്കുന്നവരെ എത്രയോ കുടുംബത്തിൽ അല്ലാഹു ഇങ്ങനെയുള്ള ദുരിതങ്ങൾ കൊടുത്തു. ഇനി എന്നാണ് പോലെ നിന്റെ ഹൃദയം തുറക്കുന്നത്? കരിമ്പാറ കല്ലുകളെ പോലെ, പർവ്വത നിരകളെ പോലെ, പരിവർത്തനം വരാത്ത പാറക്കെട്ടുകളെ പോലെ ഉറച്ചുപോലെ മനസ്സും കൊണ്ട് റമളാൻ നിനക്ക് ഉപയോഗമില്ലോ, ശഅബാൻ നിനക്ക് ഉപയോഗമില്ലോ, ഈ രാത്രി നിനക്ക് ഉപയോഗമില്ല. അതുകൊണ്ട് എന്റെ സഹോദരിമാരെ, സീരിയലാണ് വലുതെങ്കിലും പൊയ്ക്കോ, സിനിമയാണ് വലുതെങ്കിലും പൊയ്ക്കോ, റിയാലിറ്റി ഷോയാണ് വലുതെങ്കിലും പൊയ്ക്കോ. അവര് കരഞ്ഞാലും ചിരിച്ചാലും അഭിനയിച്ചാലും അവരതിനുള്ള ശമ്പളം വാങ്ങി സുഖത്തോടെ ജീവിക്കുമ്പോ ആറവും ദുനിയാവും നഷ്ടപ്പെട്ട മൂരാച്ചികളായി മാറിപ്പോകല്ലേ ഉമ്മ. എത്ര കൊല്ലം കൊണ്ട് പറയുന്ന പെങ്ങള്, എത്ര നാളുകൊണ്ട് പറയുന്ന പെങ്ങള്, ഇനിയെങ്കിലും പരിവർത്തനത്തിന്റെ രാത്രിയായി ഇതിനെ സ്വീകരിച്ചുകൊണ്ട് നിന്റെ മനോമുഖരത്തെ നശിപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന പിശാചിനെ പുറം കാലുകൊണ്ട് വലിച്ചെറിഞ്ഞിട്ടോ അല്ലാഹുവിന്റെ പരിശുദ്ധ മുസല്ലകളെടുത്ത് പൊട്ടിക്കരഞ്ഞോ. എന്റെ പടവങ്കോട്ടത്തെ പെങ്ങള്, ഏഴാമത് റൂഹ് പറയുന്നതെന്തെന്നറിയോ? ആ സന്തോക്ക് പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകുന്ന രംഗത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നടക്കുന്നവർക്ക് ധൃതിയാണ്, ചുമക്കുന്നവർക്ക് ധൃതിയാണ്, പക്ഷേ ആ സന്തോക്കിൽ കിടക്കുന്നവന്റെ രംഗം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എത്രയോ കൂട്ടുകാരെ കൊണ്ടുപോയി അടക്കിയില്ലേ, എത്രയോ പിഞ്ചു മക്കൾക്ക് വേണ്ടി കൊച്ചു കബർ വെട്ടിയില്ലേ. അല്ലാഹു ദുരിതങ്ങളെ തൊട്ട് സാക്ഷിയാകുന്നതിനെ തൊട്ട് റഹ്മാനായ റബ്ബ് കാത്തിരക്ഷിക്കട്ടെ. വാഹനം വെട്ടിപ്പൊളിച്ചിട്ട് കൈകാല് വലിച്ചൂരിയെടുക്കുന്നില്ലേ? വാഹനങ്ങൾ വെട്ടിപ്പൊളിച്ചിട്ട് അതിന്റെ അകത്ത് തലയറ്റ് കിടക്കുന്നവര്, കാലറ്റ് കിടക്കുന്നവര്, നെഞ്ചിലേക്ക് വാഹനത്തിന്റെ ഇരുമ്പ് കമ്പി തുളച്ചു കയറിയവര്, അല്ലാഹുവേ എത്ര ദുരന്തമാണ്. ടൂ വീലറിന്റെ മുകളിൽ കയറിയിരുന്നിട്ട് മൊബൈലിന്റെ ഹെഡ്സെറ്റ് ചെവിയിൽ വെച്ചിട്ട് ഹോം തിയേറ്ററിലൂടെ എന്റെ പ്രിയപ്പെട്ടവരെ വീട്ടിന്റെ അകത്ത് FM ആസ്വദിക്കുന്ന പോലെ വാഹനത്തിന്റെ അകത്ത് ക്ലബ് FM SFM എല്ലാം കേട്ടുകൊണ്ട് ആനന്ദ നൃത്തം ചവിട്ടുകെട്ട് റോഡിലൂടെ ബൈക്കോടിച്ച് പരക്കം പായുന്ന ചെറുപ്പക്കാരോ, ദുനിയാവ് മതിയോ മോനെ നിനക്ക്? ദുനിയാവ് മതിയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയോ? ദുനിയാവ് ചത്തുപോയ നായയുടെ ശവത്തേക്കാൾ വ്യക്തികെട്ടതാണ് യുവത്വമേ. അതുകൊണ്ട് സ്നേഹം നീ ഒരുപാട് കൊടുക്കേണ്ടത് ദുനിയാവിനല്ല, ആഖിറത്തിനാണ്. അത് മറക്കല്ലേ, മറക്കല്ലേ. ഏഴാമത് റൂഹ് നൊമ്പരപ്പെടുന്നത് എന്തെന്നറിയോ? ആ മയ്യത്ത് ചുമക്കുന്നവരോട്, ആ മയ്യത്തിന്റെ കൂടെ വരുന്നവരോട് ആ റൂഹ് പറയുന്നു, ലാ തൽഅബന്ന ബികുമുദ് ദുനിയാ കമാ യൽഅബനി. എന്ന ദുനിയാവ് തട്ടിക്കളിച്ചതുപോലെ നിങ്ങൾ ദുനിയാവിന് നിന്നു കൊടുക്കല്ലേ. എന്നെ ദുനിയാവ് നശിപ്പിച്ചു. പടവങ്കോട് പള്ളിയുടെ മുറ്റത്തിരുന്ന് നൗസാദ് ബാക്കവി വാദ് പറഞ്ഞപ്പോ അന്ന് രാത്രി ഞാൻ തീരുമാനിച്ചതാ, ഇനി കള്ളു കുടിക്കൂല, ഇനി വ്യഭിചരിക്കൂല, ഇനി സീരിയൽ കാണൂല എന്ന് അന്ന് രാത്രി തീരുമാനിച്ചതാണ്. പക്ഷേ പ്രസംഗത്തിന്റെ മുഴക്കമെല്ലാം കഴിഞ്ഞു വീട്ടിലേക്ക് ചെന്ന് അന്നത്തെ
അർദ്ധരാത്രി പുലർന്നപ്പോ എന്റെ മനസ്സിലുള്ള ഈമാൻ മുഴുവൻ എന്റെ ദുനിയാവ് കൊണ്ടുപോയി കേട്ടോ. അങ്ങനെ വീണ്ടും ഞാൻ കള്ളു കുടിച്ചു. കൂട്ടുകാരൻ ഗൾഫീത് വന്നപ്പോ വീണ്ടും ഞാൻ കള്ളു കുടിച്ചു. കൂട്ടുകാരന്റെ കല്യാണ തലേന്ന് എനിക്ക് കുടിക്കേണ്ടി വന്നു. വീണ്ടും അവസരം കിട്ടിയപ്പോ മൊബൈലിന്റെ അകപ്പിരുന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ബ്ലൂ ഫിലിമുകള് ഞാൻ തിരിച്ചതിലേക്ക് കടത്തിപ്പോയി. അത് ദുനിയാവെന്നെ നശിപ്പിച്ചതിന്റെ തെളിവാണ്. അതുകൊണ്ട് എന്നെ നശിപ്പിച്ച ദുനിയാവ് എന്നെ ഇതാ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകുമ്പോ നിങ്ങളെങ്കിലും രക്ഷപ്പെടണേ. മയ്യത്ത് ചുമക്കുന്നവരെ, എന്നെ അടക്കിയിട്ട് ഓടാൻ ധൃതി വെച്ചിരിക്കുന്നവരെ, നിങ്ങളെങ്കിലും ദുനിയാവിന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെടണേ. ആ മയ്യത്ത് നമ്മളോട് കാണിക്കുന്ന സ്നേഹം, ആ റൂഹ് നമ്മളോട് കാണിക്കുന്ന സ്നേഹം നമ്മളെ ഒരിക്കലും പിശാച് അനുവദിക്കൂല നന്മ ചെയ്യാൻ. അവസാനം ആ റൂഹ് മറ്റുള്ളവരോട് പറയുന്നു, ഞാൻ പെട്ടുപോയി, ഞാൻ കുടുങ്ങിപ്പോയി, ഞാൻ നശിച്ചു, നിങ്ങളെങ്കിലും രക്ഷപ്പെടണേ. എട്ടാമത്, ആ പള്ളിക്കകത്ത് മയ്യത്ത് കൊണ്ട് വെക്കുമ്പോ പള്ളിയുടെ ഉസ്താദിന്റെ വക ഒരു ചെറിയ നസീഹത്തുണ്ടാകും. എന്താണ് പറയാ? കടബാധ്യത മയ്യത്തിനുണ്ട് എങ്കിൽ മക്കളുമായി ബന്ധപ്പെട്ടത് പരിഹരിക്കണം. കടമില്ലാത്തവര് കൈവക്കാൻ പറഞ്ഞാൽ വളരെ കുറവാണ്. 100 പേരിൽ 90 പേരും കൈവക്കും. കാരണം 50,000, 1 ലക്ഷം, 2 ലക്ഷം ഒക്കെ പലർക്കും കടം കൊടുക്കാനുണ്ട്, പലർക്കും പൈസ കൊടുക്കാൻ. വീട് വെച്ചതിന്റെ, മോളെ കെട്ടിച്ചതിന്റെ ഏറ്റവും അധികം കടം വരുന്നത് 3 കാര്യത്തിന്. 1 വീട് വെക്കുമ്പോ, 2 മോളെ കെട്ടിക്കുമ്പോ, 3 മാരകമായ രോഗം വരും. ഇത് 3 പെട്ടെന്ന് നടക്കുന്ന കാര്യം. നനച്ചിരിക്കാത്ത ചിലവുകളാണ്, ചിന്തിക്കുന്നതിനപ്പുറം ചിലവാകുന്ന സംഗതികളാണ്. അങ്ങനെ കടമുള്ളവർ മരണപ്പെട്ടാൽ ആ മയ്യത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു ദുആ പോലും സ്വീകരിക്കൂല എന്ന് ആരംഭപ്പൂവായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, കടക്കാരായി ഞാനും നിങ്ങളും മരിച്ചാൽ എന്തൊരവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് കടമുണ്ടെങ്കിൽ നമ്മുടെ മയ്യത്തിന് രക്ഷയില്ല. ജീവിതകാലത്ത് അള്ളാഹുവേ കടം തീർത്തു മരിക്കാനുള്ള ദുആ ചെയ്തുകൊണ്ട് സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യണം. ഞാനും നിങ്ങളും വരുത്തി വെച്ച കടം നമ്മുടെ മക്കൾക്ക് തീർക്കാൻ പറ്റുന്നതാണ്, നമ്മുടെ കുടുംബത്തിന് തീർക്കാൻ പറ്റുന്നതാണോ? നമ്മൾ മരിച്ചാൽ ആര് തീർക്കും കടം? മരിച്ചാൽ അവിടെ തീരല്ലേ? എത്ര സ്നേഹമാണെങ്കിലും ഒരാഴ്ച കഴിയുമ്പോൾ എല്ലാം കഴിയും. പ്രിയപ്പെട്ടവരെ, തെങ്ങ് വീണ് മരണപ്പെട്ട എന്റെ ഒരു കൂട്ടുകാരന് വേണ്ടി ദുആ ചെയ്യാൻ മരിച്ച 4 ദിവസം തുടർച്ചയായി കൂട്ടുകാർ വിളിച്ചു പറഞ്ഞു. 5ന്റെ അന്ന് ഞാൻ ഫോൺ കോൾ പ്രതീക്ഷിച്ചു, അന്ന് വന്നില്ല. 6ന്റെ അന്ന് വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഇന്നലെ വിളിക്കാൻ, ഇന്നലെ മറന്നു ഉസ്താദേ. മറന്നു തുടങ്ങി, 4 ദിവസമേ ആയുള്ളൂ. 40 ദിവസമാകുമ്പോ ആ ഓർമ്മ പോലും ഉണ്ടാവൂല. 40 വർഷം, 40 മാസമായാലോ ആര് മരിച്ചു, എന്ന് മരിച്ചു എന്ന് ചോദിക്കും. അത്രേ ഉള്ളൂ ബന്ധം. നിങ്ങൾ തോളത്ത് കൈയിട്ട് കൊണ്ട് നടക്കുന്നവരും, നിങ്ങളെ നശിപ്പിക്കാനിരിക്കുന്നവരും, നിങ്ങളുടെ കൂടെ സിനിമയ്ക്ക് വന്നവരും, ഏറ്റവും വലിയ സ്നേഹബന്ധങ്ങൾ ഉള്ളവർക്ക് പോലും അവിടെ അവസാനമാണ്, അതൊക്കെ കഴിയുകയാണ്. പിന്നെ മരിച്ചവരെ കുറിച്ച് ചിന്തിച്ചിട്ട് എന്ത് കാര്യം എന്ന് പറഞ്ഞ് എല്ലാവരും അവൻ പോയത് പോയടാ എന്ന് പറഞ്ഞ് എല്ലാവരും പൊടിയും തട്ടി പോകുമ്പോ നീ ഒറ്റപ്പെട്ടു പോകും പ്രിയപ്പെട്ടവരെ. അതെല്ലാം കഴിഞ്ഞ് മയ്യത്ത് നിസ്കാരം കഴിയുമ്പോൾ കുറച്ചുപേര് നിസ്കാരം കഴിഞ്ഞ ഉടനെ ഇറങ്ങിപ്പോകുമല്ലോ. നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്നവരെ നോക്കിയിട്ട് ആ റൂഹ് പറയുന്നു, എവിടെയാണ് നിങ്ങൾ ഇറങ്ങി ഓടുന്നത്? ഒന്ന് സമാധാനത്തോടെ ഇരിക്കണേ, എനിക്ക് കിടക്കാനുള്ള വീടൊന്ന് കണ്ടിട്ട് പോണേ. വലിയ മാളിക വെക്കാൻ കൊതിച്ചുകൊണ്ട് ഞാൻ കെട്ടിയ വീട് നിങ്ങൾ കണ്ടതല്ലേ? എന്നിട്ട് ഇന്നു മുതൽ എനിക്ക് കിടക്കാനുള്ള വീട് നിങ്ങളൊന്ന് കണ്ടിട്ട് പോട്. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ, ആ മയ്യത്തിനെ കൊണ്ടുവന്ന് ഖബറിന്റെ അകത്തേക്ക് ഇറക്കി വെക്കുമ്പോ ആ മയ്യത്തിനെ ഇറക്കി വെച്ചിട്ട് ആ മയ്യത്തിനെ പലക നിരത്തുമ്പോ ആ റൂഹ് വിളിച്ചു പറയുന്നു, എന്നെ നിങ്ങൾ മറക്കല്ലേ, ഞാൻ സമ്പാദിച്ചത് മുഴുവനും ദുനിയാവിലാണ്, ഞാൻ വെച്ച വീട് ദുനിയാവിലാണ്, ഞാൻ വളർത്തിയ മക്കൾ ഭൂമിയുടെ തൊലിക്ക് പുറത്താണ്, ഞാൻ ഭൂമിയുടെ അകത്താണ്. അതുകൊണ്ട് എന്നെ നിങ്ങൾ മറക്കല്ലേ, വല്ലപ്പോഴും എന്റെ ഖബറിന്റെ ചാര നിങ്ങൾ വരണേ. 10ാമത് നമ്മുടെ റൂഹ് പറയുന്നത് മണ്ണ് വാരിയിടുന്ന സമയത്താണ്. ലാ തൻസാനി അന്തു ആയിക്കു, മണ്ണ് വാരിയിടുന്നവരെ എനിക്ക് വേണ്ടി
വേണ്ടി ദുആ ചെയ്യാം, നിങ്ങൾ മറക്കല്ലേ. എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ മറക്കല്ലേ. ആകെ പ്രതീക്ഷ ദുആയാണ്, അതെങ്കിലും ചെയ്യണേ. ഇന്ന് മരിച്ചവർക്ക് ദുആ ചെയ്യണ്ടെന്ന് പറയുന്ന മക്കള് പടവങ്കോട് വളർന്നു വരാൻ പോവാണ്. നിങ്ങൾക്ക് ദീൻ വേണ്ടെങ്കിൽ അങ്ങനെ തന്നെ വരും പ്രിയപ്പെട്ടവര്. നിങ്ങൾക്ക് ഹദ്ദാദ് റാത്തീബ് വേണ്ടെങ്കിൽ, നിങ്ങൾക്ക് സലാത്ത് വേണ്ടെങ്കിൽ, നിങ്ങൾക്ക് ദിക്റ് വേണ്ടെങ്കിൽ, നിങ്ങൾക്ക് ജമാഅത്ത് നിസ്കാരം വേണ്ടെങ്കിൽ, അതെ ഒരു വിഭാഗം പിശാചിന്റെ വക്താക്കൾ വരാൻ പോവുകയാ. മാതാപിതാക്കൾ മരിച്ചാൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യണ്ട. അങ്ങനെയുള്ള മക്കൾ പടവങ്കോട് ലൈസൻസ് ഇല്ലാതെ വളർന്നു വന്നാൽ എത്രയോ മയ്യത്തുകളെ പടവങ്കോട് പള്ളിയുടെ ഖബർസ്ഥാനിൽ മൃഗത്തെ കൊണ്ടുവന്ന് കുഴിച്ചിടുന്ന പോലെ കുഴിച്ചിടും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ.